കരുവഞ്ചാൽ ടൗണിലേക്ക് കയറുന്ന പാലത്തിന് സമീപത്തെ ഈ കാഴ്ചയൊന്ന് കാണുക. പാലത്തിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് തടസ്സമില്ലാതെ കടന്നുപോകാൻ വേണ്ടിയാണ് നേരത്തെ ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷ പാർക്കിംഗ് പോലും ഇവിടുന്ന് പഴയ പാലത്തിലേക്ക് മാറ്റിയത്. എന്നാൽ ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? പാലത്തിന് തൊട്ടുമുന്നിൽ കടയുടെ മുന്നിലായി ഡ്രൈവർ പോലുമില്ലാതെ ഒരു കാർ പാർക്ക് ചെയ്തിരിക്കുന്നു. ഇതിന്റെ വശങ്ങളിലായി പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകൾ പുറത്തേക്കെടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. സ്വന്തം സൗകര്യം മാത്രം നോക്കി വാഹനം വഴിയരികിൽ ഇട്ടിട്ടു പോകുന്ന ഇത്തരം ആളുകളുടെ ഉത്തരവാദിത്തമില്ലായ്മ കാരണം മറ്റുള്ളവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ചെറുതൊന്നുമല്ല. ഇത്തരത്തിൽ വണ്ടിയെടുക്കാൻ സാധിക്കാതെ കുടുങ്ങിപ്പോയ ഒരു ബൈക്ക് യാത്രക്കാരൻ തന്റെ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കൂ. നമ്മുടെ സ്കൂട്ടി ഇവിടെ വെച്ചിരിക്കുക. ഒരു കടയത് ഈ കടക്കകത്ത് ഈ വണ്ടി കൊടുത്തിരിക്കുമ്പോൾ വണ്ടി കുറച്ച് സ്ഥലത്തോട്ട് കൊണ്ടുപോകണ്ടേ, കുറച്ച് മാറ്റി വെക്കണ്ടേ, ഈ സ്കൂട്ടി എടുക്കാൻ ഒരു സൗകര്യം ആക്കണ്ടേ. വണ്ടി വെക്കുമ്പോൾ കുറച്ചങ്ങോട്ട് മാറ്റി വെക്കുക. ഈ വണ്ടി ഇവിടെ കൊണ്ടുവെക്കുമ്പോൾ എപ്പോഴും നോക്കേണ്ട വണ്ടി ആ വണ്ടി എടുത്തിട്ട് പോകണ്ടേ. അതിനുള്ളൊരു കാണിക്കണ്ടേ അവര്, ഒരു മാന്യം കണ്ടവര്. അതൊക്കെ ചെയ്യണ്ടല്ലേ. നമ്മളൊരു ഇതായിട്ട് പറഞ്ഞല്ല, ഒരു മാന്യമായിട്ടുള്ള ഒരു വണ്ടി കൊണ്ട് വെച്ചിരിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ചില വേറെ വണ്ടിയില്ലേ, ആ വണ്ടി എടുത്തിട്ട് പോകണ്ടേ. ഇന്ന് നമ്പർ മാത്രം നോക്കിയാൽ മതി. നമ്പർ നോക്കുക. ചിലർ ഒരിക്കലും ചെയ്യുന്നത് ശരിയല്ല. അത് വേറെ വണ്ടി മൂന്ന് വണ്ടി ഉണ്ട്. ഈ വണ്ടി എടുത്തിട്ട് പോകണ്ടേ, എങ്ങോട്ട് പോകുന്നത്? കണ്ടില്ലേ, നിങ്ങളുടെ കുറച്ച് സമയത്തെ അശ്രദ്ധയും സ്വാർത്ഥതയും കാരണം ഇവിടെ ഉണ്ടാകുന്നത് എത്ര വലിയ പ്രശ്നങ്ങളാണ്. പാലത്തിൽ നിന്ന് പെട്ടെന്ന് കടന്നുവരുന്ന വാഹനങ്ങൾക്ക് മുന്നിൽ റോഡിൽ ഇങ്ങനെയൊരു തടസ്സം നിൽക്കുമ്പോൾ വലിയൊരു അപകടത്തിനാണ് സാധ്യതയൊരുങ്ങുന്നത്. അതിനും പുറമെയാണ് സൈഡിൽ നിർത്തിയിട്ട ബൈക്കുകൾ പോലും പുറത്തേക്കെടുക്കാൻ പറ്റാതെ മറ്റുള്ളവർ വഴിയാധാരമാകുന്നത്. നിങ്ങളുടെ ഈയൊരു അശ്രദ്ധ കാരണം തടസ്സപ്പെടുന്നത് മറ്റു പലരുടെയും അടിയന്തര ആവശ്യങ്ങളാണ്. റോഡിൽ വാഹനം പാർക്ക് ചെയ്യുമ്പോൾ അത് അപകടത്തിന് വഴിവെക്കുന്നില്ലെന്നും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്നില്ലെന്നും ഉറപ്പുവരുത്തുക. ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ.